നെക്സ്റ്റ് സെക്ഷൻ ആക്ടിവിറ്റീസ് സെക്ഷൻസ്. അതിനുവേണ്ടി ഈ സദസ്സിനെ ഒന്നായിട്ട് ഇളക്കി മറിക്കുന്നതിനോട് രണ്ടുപേർ ഇവിടെ എത്തിയിട്ടുണ്ട്. യെസ്, റിഫ ആൻഡ് റിഫായി, ലെറ്റ്സ് വെൽക്കം. സോ ഈ റിഫ ആൻഡ് റിഫാഹി എന്ന് പറഞ്ഞതിലെ റിഫാഹിയാണ് ഞാൻ. ഇതാണ് റിഫ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റിഫ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ പേരല്ല, ആൺകുട്ടികളുടെ പേരാണ്. റെഡി? ഇവനെ കണ്ട് പെൺകുട്ടിനെ പോലെ തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. Yes, my dear friends. So let me introduce myself. I am Ahmed Kabir Rifahi. I am also a teacher and a trainer. So I also was with you MTTC അതുപോലെ PPTTC കോഴ്സുകളിലൊക്കെ ഫാക്കൽറ്റി ആയിട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നേരത്തെ 6-ാം തമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമയിൽ മോഹൻലാൽ ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്, മനുഷ്യൻ മഹാജ്ഞാനത്തിൻ്റെ കൈലാസത്തിലേറുമ്പോഴും ഉത്തരം കിട്ടാതെ മുഴങ്ങുന്നൊരു ചോദ്യം, ഞാൻ ആര്? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ലോകത്ത് ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ടീച്ചേഴ്സ്. അതിൻ്റെ നമ്മുടെ ഉദ്ഘാടന സെഷനിൽ നമ്മളിങ്ങോട്ട് വിളിച്ചു, ഞാൻ വന്ന് ആദ്യത്തെ റോളിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വിളിക്കുന്നത് കരീമാഷയാണ്. കരീമാഷ നിങ്ങളുടെ ഏറ്റവും പ്രധാനനായിട്ടുള്ള ഒരു അധ്യാപകനാണെന്ന് ഇവിടെ അനൗൺസ് ചെയ്തപ്പോൾ I felt an intuition. I just stand up from there and said, "So, this is your seat. Only the seat reserved for the teachers." Understand? അത് ടീച്ചേഴ്സിന് മാത്രം കിട്ടുന്ന ഒരു വൈബാണ്. അത് നമുക്ക് എന്താ പറയുക, വേറെ ആർക്കും നമുക്ക്. സോ സ്റ്റിൽ ഐ ആം വർക്കിംഗ് ആസ് എ ടീച്ചർ. നമുക്കറിയാം നമ്മുടെ കുട്ടികളിൽ നിന്ന് കിട്ടുന്നത് എന്താണെന്നുള്ളത്. സോ ഇനി കൂടുതലായിട്ട് ഞാൻ ഒന്നും തള്ളി മറിക്കുന്നില്ല, കാരണം രാവിലെ മുതൽ നമ്മളൊക്കെ ഒരുപാട് നല്ല സെഷൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നൗ ദ ടൈം ടു കോൾ the man who known as the man of game. So I would like to invite my good friend, that is Mr. Rifa Shelis, to the stage. So enjoy the sessions, be ready for the activities. Are you ready? Okay la? Okay, all the best. Thank you. Thank you, Rifai. Hello, good afternoon. Hi. Hi എന്ന് പറഞ്ഞാൽ എന്ത് പറയും? കുറേ കാലമായില്ലേ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഹായ് എന്ന് പറഞ്ഞാൽ ഹലോ എന്ന് പറയുന്നത്. ഒന്ന് മാറ്റി പിടിച്ചൂടെ? എങ്ങനെ മാറ്റി പിടിക്കും? ഹൗ ക്യാൻ ബി? ഞാൻ അങ്ങോട്ട് വരാം. കുറേ കാലമായി നമ്മൾ കേൾക്കുന്നു ഹലോ എന്ന് പറഞ്ഞാൽ ഹായ് എന്ന് പറയണം, ശരിയല്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്നതിന് പകരമായിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന്? നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സല്ലേ? ഞാൻ 4-ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ കുട്ടിയുടെ ഉമ്മ ഈ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയും ഈ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാൻ വളരെ അഭിമാനപൂർവ്വം ഈ വേദിയിൽ നിൽക്കുന്നത്, നിങ്ങളോട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മുടെ അധ്യാപന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിലും കുറച്ച് സമയം നമ്മുടെ കൂടെ ചെലവഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഹലോ ഹായ് ടെക്നിക്ക് അല്ലാതെ അതിന് പകരമായിട്ട് ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറയുന്ന പോലെ, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് എന്ത് അതിന് പകരം ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് മൈക്ക് തരൂട്ടാ. ഓക്കെ മാഡം പറയൂ. മാഡം പറഞ്ഞോളൂ. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനാണ്, നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നതാണ്, ഉറക്കമുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തെങ്കിലും പകരം പറയാൻ പറ്റുമോ ഇതല്ലാതെ? യെസ്, ആരുമില്ലേ? യെസ്, ഒരു ടീച്ചർ അവിടെ നിന്ന് കൈ പൊക്കിയിട്ടുണ്ട്. ടീച്ചറെ, ഒരു കാര്യം പറയാം, നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളുടെ പേര് ആദ്യം പറയണം കേട്ടോ. I am Hasina. Nice to meet you. Nice to meet you too. Okay, right. ഒന്നും കൂടി പറയണം. ഒരു നല്ല കൈയ്യടി കൊടുക്കാം കേട്ടോ. Nice to meet you. Nice to meet you too എന്ന് പറ. Nice to meet you. Okay, thank you. Any other options? അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് വല്ലതും ഉണ്ടോ? ആരുടെ കയ്യിലും ഐഡിയ ഇല്ല? യെസ്, ഒരു ടീച്ചർ കൂടി സർ, ഒരു ടീച്ചർ കൂടി. അതാ വാട്സാപ്പ്. ഓക്കെ, തിരിച്ചും വാട്സാപ്പ്. ഓക്കെ, വെരി ഗുഡ്. ഒരാൾക്കും കൂടി ചാൻസ് തരാം. ഞങ്ങൾ കൂടുതൽ പേർക്ക് ചാൻസ് കൊടുക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഒരാൾക്കും കൂടി ചാൻസ് തരാം. സർ ഇവിടെ
യെസ്, താങ്ക് യു. My name is Farsana. How do you do? ഹൗ ഡു യു ഡു? ഒന്ന് പറയിപ്പിച്ചേ. How do you do? പറയുന്നില്ലേ? ഓക്കെ, താങ്ക് യു. അപ്പം ഞാനൊരു എൻ്റെ വക അല്ലെങ്കിൽ നമ്മുടെ വകയായിട്ട് രണ്ടെണ്ണം ചേർക്കാം. ഞാനൊരു ഫുട്ബോൾ പ്ലെയറുടെ പേര് പറയാം. അപ്പോൾ തിരിച്ച് നിങ്ങൾ എന്താ പറയാൻ നോക്കട്ടാ. ഞാൻ പറയുന്ന പ്ലെയറുടെ പേര് പറയരുത്, മറ്റൊരു പ്ലെയറുടെ പേരാണ് പറയാൻ പാടുള്ളൂ. മെസ്സി, റൊണാൾഡോ. മെസ്സി, റൊണാൾഡോ. ഒന്ന് പറഞ്ഞേ. മെസ്സി എന്ന് ഞാൻ പറഞ്ഞു, കുട്ടികൾ എന്ത് പറയണം? ഓക്കെ, മെസ്സി, റൊണാൾഡോ, മെസ്സി. ഇനി വേറെന്ത് പറയാൻ പറ്റും? മെസ്സി, എംബാപ്പെ. ഓക്കെ, നെക്സ്റ്റ് മെസ്സി, നെയ്മർ. ഓക്കെ, നമുക്ക് ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനോട് കൂട്ടി ചേർക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ചെറിയ പൊടിക്കൈകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? നമ്മളൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ മസിലും പിടിച്ച് ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാകുമോ ഇല്ലേ? ഇഷ്ടമാകില്ല. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുട്ടികളോട് ഇടപഴകുമ്പോൾ അവരെ ഗ്രീറ്റിംഗ്സ് ചെയ്യുന്നത് പതിവ് രീതിയിൽ നിന്ന് മാറ്റിയിട്ട് പുതിയ രീതിയിലും ഒക്കെ കൊണ്ടുവരിക എന്ന ഒരു കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം ഞാൻ പറയട്ടെ, മെസ്സി, ഉറക്കെ പറയട്ടെ, മെസ്സി, 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 റൊണാൾഡോ, മെസ്സി. വെരി ഗുഡ്. ഇനി നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 1 മിനിറ്റ് ആലോചിക്കാനുള്ള സമയമുണ്ട്. കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. റിഫായ് സാർ. യെസ് യെസ്. മൈക്ക് കൊടുക്കാമല്ലോ അല്ലേ? മൈക്ക് കൊടുക്കാം. യെസ്. 1 മിനിറ്റ് സമയം ആലോചിച്ചോളൂ. കുട്ടികൾ ചോദിക്കാൻ സാധ്യതയുള്ള 5 ചോദ്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഓക്കെ. യെസ്. പിന്നെ ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. എന്നോട് ചോദിച്ചത് ആദ്യം തന്നെ മിസ്സിന്റെ പേരെന്താ, കുറെ ദിവസം ഇവിടെ ഉണ്ടാവുമോ, എപ്പോഴാ പോവാ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാ ചോദിച്ചത്. ജനറലായിട്ട് മിസ്സിന്റെ വീട് എവിടെയാ, മോളെ പേരെന്താ, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാ ചോദിച്ചത്. ക്യൂരിയോസിറ്റി അല്ലേ? ഓക്കെ, ഫൈൻ. വേറെന്തെങ്കിലും? യെസ് ടീച്ചേഴ്സ്. ഞാൻ മൈക്ക് തരണോ, നിങ്ങൾ വാങ്ങണോ? ആരെങ്കിലും ഒരു 5 ചോദ്യം. യെസ്. യൂണിഫോം ഇടാത്ത ആൾ. ഇതാ, നിങ്ങൾ ടീച്ചറല്ലേ? ചോദിച്ചോളൂ. എന്തൊക്കെയായിരിക്കും? ഷബ്ന. ആ. ടീച്ചറെ പേരെന്താ? ആ. എവിടുന്നാ വരുന്നേ? ആ. ടീച്ചർ ഞങ്ങളെ പുറത്തേക്ക് വിടും കളിക്കാന്. ഓക്കെ. പിന്നെ ഞാൻ ട്രെയിനിങ്ങിന് പോയപ്പോൾ എന്നോട് ചോദിച്ചത്. യെസ് യെസ് യെസ്. ഇത്രയാണ്. ഇതല്ലാത്ത വെറൈറ്റി. താങ്ക് യു വെരി മച്ച് ഷബന മിസ്. താങ്ക് യു. വെറൈറ്റി ക്വസ്റ്റ്യൻസ് കിട്ടിയ ഏതെങ്കിലും ടീച്ചേഴ്സ് ഉണ്ടോ? യെസ്. ഇവിടെ വേറൊരാളെ ചൂണ്ടിക്കാണിച്ചു. മാഡം പറഞ്ഞോളൂ. ആ, യെസ്. ചൂണ്ടിക്കാണിച്ചവർക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളൊരു പോളിസി. പറഞ്ഞോളൂ. ആർക്കെങ്കിലും ആരും ചൂണ്ടിക്കാണിക്കണ്ടോ? യെസ്. ആ. ഇതന്നെ ചോദിക്കാം, മിസ്സിന്റെ പേരെന്താ? ആ. കളിക്കാൻ ഇവിടെ ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടില്ല. യെസ് യെസ്. വീട് എവിടെ, ഉണ്ണികളുണ്ടോ വീട്ടിലെന്നൊക്കെ ചോദിക്കും. ഓക്കെ ഓക്കെ. തൃശ്ശൂരാണോ? ആ, ഉണ്ണികൾ വന്നപ്പോൾ തോന്നി. യെസ്. ടീച്ചർ കാണിക്കാൻ ശ്രമിച്ചത് ആരായിരുന്നു? ഇവർ പറയുന്നു. ഇവിടെ അവിടെ ഉണ്ടോ? യെസ് യെസ്. ആ ഉണ്ടോ? ഞങ്ങൾ റെഡിയാന്ന് പറയുന്നു. നല്ലൊരു കൈയ്യടി കൊടുക്കുമോ? സൂപ്പർ. പറഞ്ഞോളൂ. ഐ ആം അഫീഫ ഫ്രം മലപ്പുറം ചേളാരി. ഞാൻ അവിടെ നിന്ന് വരുന്നത് കേട്ടോ സാറേ. ഞാൻ ഫസ്റ്റ് തന്നെ ട്രെയിനിങ്ങിന് കയറിയ ആളാണ്. ഞാൻ 6 മാസം കഴിഞ്ഞ് ഈ കോഴ്സ് കംപ്ലീറ്റ് ആക്കി ട്രെയിനിങ്ങിന് കയറിയ വ്യക്തിയാണ് ഞാൻ. ഫസ്റ്റ് തന്നെ എല്ലാവരും ചോദിക്കുന്നത്, കുട്ടികൾ ചോദിക്കുന്നത് പേരെന്താ, മിസ്സിൻ്റെ പേരെന്താന്ന് വെച്ച് പേരൊക്കെ പറഞ്ഞു കൊടുത്തു. ക്ലാസ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ കുട്ടികൾ വരും, ടീച്ചറെ മേ ഐ ഗോ ടു ബാത്റൂം, മേ ഐ ഗോ ടു ബാത്റൂം. ഇതല്ലാതെ മക്കൾക്കില്ല. ക്ലാസ് കഴിയണ വരെ മേ ഐ ഗോ ടു ബാത്റൂം. അപ്പം ഞാനും അങ്ങോട്ട് പോവാൻ തുടങ്ങി ബാത്റൂമൊക്കെ കുട്ടികളെ കൂട്ടത്തില്. പിന്നെ മേ ഐ ഡ്രിങ്കിങ് വാട്ടർ, മേ ഐ ഡ്രിങ്കിങ് വാട്ടർ. ഇത് കുട്ടികളെ പഠിപ്പിച്ച് വെച്ചേക്കാം. നല്ല രസമുണ്ട്. കാരണം ആ മക്കളെ മുഖത്ത് നോക്കുമ്പോൾ
ആ ഒരു പ്രത്യേകത ഭയങ്കരം തന്നെയാണ് അല്ലേ? അവരുടെ കൂടുതൽ കളിക്കാന്ന് വെച്ചാ ഭയങ്കര രസമാണ് അല്ലേ? അടിപൊളി അടിപൊളി തന്നെ തന്നെ തന്നെ. അതെ അതെ അതെ. ടീച്ചറുടെ പേര് അഫീഫ. അപ്പൊ അഫീഫ മിസ് ഇത്രയും കാലം വെള്ളം അടിക്കാനും മൂത്രം ഒഴിക്കാനും പഠിപ്പിച്ചേ? അടിപൊളി. അതാണ് ആ സ്പിരിറ്റ് ആണ് വേണ്ടത്. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. യെസ് യെസ്, എക്സലന്റ്. താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. അപ്പം നിങ്ങൾ പറയുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങാം. ആദ്യം ചോദിക്കുന്നത് പേരാണ് അല്ലേ? ചോദിക്കുന്നത് പേരല്ലേ? ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേര് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്ലാസ് റൂമിൽ കയറുമ്പോൾ, ഒരു ക്ലാസ് റൂമിൽ ഒരു വർഷം പഠിപ്പിച്ച ഒരു അധ്യാപകൻ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും പേര് മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. വേണ്ടേ? വേണ്ടേ? നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ പല ക്ലാസ്സുകളിലും ഇപ്പോഴല്ല, നിങ്ങൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകർക്കും നിങ്ങളുടെ പേര് അറിയാമായിരുന്നോ? എല്ലാ ക്ലാസ് അധ്യാപകർക്കും നിങ്ങളുടെ പേര് അറിയാമായിരുന്നു? ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, അറിയുമായിരുന്നു? ചില ആളുകൾക്ക് സംശയമുണ്ട് അല്ലേ? അറിയുമെന്നുള്ളവർ എത്ര പേരുണ്ട്? കൈപൊക്കിക്ക്. വെരി ഗുഡ്. ഇനി അറിയില്ല എന്ന് പറഞ്ഞവർ എത്ര പേരുണ്ടായിരുന്നു? കബീർ സാറേ, അവിടെ ഒന്നും മൈക്ക് കൊടുക്കട്ടെ. ആ പേര് പറയണം, പേര് നിർബന്ധമാണ്. മുഹ്സിന. മുഹ്സിൻ. നല്ല പഠിക്കുന്ന കുട്ടികളുടെയും തീരെ പഠിക്കാത്ത കുട്ടികളുടെയും ടീച്ചർമാർ പേര് മറക്കൂല. എല്ലാതെ ഇടകളിൽ പെട്ടുള്ളവരെ പേര് എല്ലാ ടീച്ചർമാരും, എല്ലാ ക്ലാസ്സിലത്തെ ടീച്ചർമാരും ഓർമ്മ ഉണ്ടാവോന്നറിയില്ല. യെസ്, എനിക്ക് തോന്നുന്നു മുഹ്സിന് മാത്രമാണ് സത്യം പറഞ്ഞതെന്ന് തോന്നുന്നു. ശരിയാണോ? കബീർ സാർ എന്തോ നിങ്ങൾക്ക് ആഡ് ചെയ്യാണ്ടെന്ന് പറഞ്ഞെടുത്താണ്, ചേർത്ത് പറഞ്ഞാണ്. അല്ല സാർ കണ്ടിന്യൂ ചെയ്തോളൂ, ഞാനത് ചിന്തിച്ചാണ്. തീർച്ചയായിട്ടും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യേണ്ടത്, നമ്മുടെ ക്ലാസ്സിലെ ഇപ്പം നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിക്കോട്ടെ, അവിടെ നിങ്ങൾ ഓരോ കുട്ടിയുടെയും പേര് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. എടാ ചെക്ക ഇങ്ങോട്ട് വാ. നിങ്ങളെ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞല്ലോ? വിളിച്ചിട്ടുണ്ട് അല്ലേ? എത്രാം ക്ലാസ് പഠിപ്പിക്കണോ ടീച്ചറെ? ടീച്ചറല്ല, എന്നാലും ഏത് ടീച്ചറാവണ്ട, എന്തായാലും കുട്ടിയാണല്ലോ. എല്ലാ ക്ലാസ്സിലും വിളിക്കാറുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ആ പേര്. ഇതിപ്പോ എനിക്ക് തോന്നുന്നത് പേരെന്താണ്? നിഷ്ല പറയുന്ന കാര്യം നമുക്ക് സുഹൃത്തുക്കൾക്കിടയിലുള്ള വിളിയാണ്. പക്ഷേ ഒരു അധ്യാപകൻ കുട്ടിയെ എടച്ചക്ക എന്ന് വിളിക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും അതുപോലെ ഇഷ്ടപ്പെടണമെന്നുണ്ടോ? ഇഷ്ടപ്പെടണമെന്നില്ല. എനിക്ക് ടെൻഷനായിരിക്കും, നന്നായിട്ട് കേട്ടോ. അപ്പം ഞാൻ ചുരുക്കി പറയാം, ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ പേരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. അതാണ് ഓരോരുത്തരുടെയും അഭിമാനം എന്ന് പറയുന്നത്. അവനവൻ്റെ പേര് തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനം. അത് നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ആണോ? ഞാൻ പറയുന്ന പോയിന്റ് കിട്ടിയില്ലേ? ഞങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകണ്ട. കാരണം എന്താ അറിയോ, ഇത് 3 സെഷൻ ഒരുമിച്ചാണ്. ഞാനും ക്ലാസ് എടുക്കണം, റിഫായ് സാറും ക്ലാസ് എടുക്കണം, അതോടൊപ്പം നമ്മുടെ പാട്ടുകാർ പാടും കൂടി വേണം. എല്ലാം കൂടി 4 മണിക്ക് എന്ത് ചെയ്യണം? അവസാനിപ്പിക്കും വേണം. ഓക്കെ, ഒന്ന് കൈയടിച്ചേ. യെസ്, ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഒന്ന് കൈയടിച്ചേ. വാട്ട്സ് എ ഡിഫറൻസ്? എന്താ വ്യത്യാസം? സെയിം അല്ലേ? ആണോ? ടീച്ചർ പറയും സെയിം ആണോ? ടീച്ചർക്ക് ഈ 2 കയ്യടി അല്ലാതെ മറ്റൊരു കയ്യടി കൂടി അറിയില്ലേ? ടീച്ചറെ പേര് പറയും. എൻ്റെ പേര് ഒസീല. എന്തായാലും കൊല്ലത്ത് നിന്നുള്ള ക്ലാപ്പ്, നമ്മുടെ നാട്ടിൽ എവിടെ ഇല്ലാത്ത ക്ലാപ്പാണ് കൊല്ലത്ത് ക്ലാപ്പ്. യെസ്, 1 2 1 2 3. ഇവിടെ ചെയ്യ്. 1 2 1 2 3. 1 2 1 2 1 2 1 2. വെരി ഗുഡ്. ഞാൻ വെറുതെ നിങ്ങളെ കൈയടിപ്പിച്ചതാണ്. ഇതാണ് ചെറിയ മയക്കം വരുന്നില്ല. ഉണ്ടോ? ഇല്ല. നമ്മളോട് കൈയടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? ഒരൊറ്റ താളത്തിലാണ് കൈയടിക്കുക. എല്ലാ ദിവസവും വീട്ടിൽ
പുട്ടാണ് ഭക്ഷണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല അല്ലേ? അപ്പം നമ്മൾ അടുത്ത ദിവസം ഇഡ്ഡലി വെക്കും, ദോശ വെക്കും അല്ലേ? ഇങ്ങനെ മാറി 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 വെച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ഓരോ ദിവസവും കുട്ടികളോട് ഒന്ന് ഡിഫറൻ്റായി ക്ലാപ്പ് അടിക്കണമെന്ന് പറഞ്ഞാൽ എത്ര രസമായിരിക്കും ക്ലാസ്. ടീച്ചർക്ക് എന്തോ ഇതിനോട് പറയാനുണ്ട് അല്ലേ? പറയാനില്ല? ഇല്ല. രസമാവൂലേ ക്ലാസ്? അപ്പം അങ്ങനെ ആക്കണ്ടേ? നമ്മുടെ ക്ലാസ് റൂമിനെ ഏറ്റവും നന്നായി ലൈവായി കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? നമുക്കല്ലേ ഉള്ളത്. ഏറ്റവും ആ സ്കൂളിൽ, നിങ്ങളൊരു സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ സ്കൂളിലെ ടീച്ചറെ പേര് മുഹസിന ടീച്ചറെയാണ് എനിക്കിഷ്ടം എന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണ്ടേ? അപ്പോൾ എന്ത് വേണം? പഴയ പോലെ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് മാത്രമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. സാറേ, ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാ ജില്ലക്കാർക്കും നമ്മളെ സംസാരം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഫൈൻ, താങ്ക് യു. നമ്മളെ കുട്ടികളെ കൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ നമ്മളെ പേര് പറയിപ്പിക്കണം. ഇതാണ് ടാസ്ക്. ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ട്രിക്കുകൾ നിങ്ങൾ ആരെങ്കിലും കയ്യിലുണ്ടോ? ആരെങ്കിലും കയ്യിൽ? ടീച്ചറുണ്ട്. റിഫമാഷേ, ആ മൈക്കൊന്ന് കൊടുക്കും. ഇവിടെ നമ്മളെ ടീച്ചർ ഒന്ന് എഴുന്നേറ്റ് വന്നോളൂ പ്ലീസ്. സൽമ. ഫോണാ? യെസ് യെസ് പ്ലീസ്. കളിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നമ്മളോടൊരു ഇഷ്ടം കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ കുട്ടികളെ എപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് കരുതാതെ അവരുടെ അനുസരിച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ടീച്ചർ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ടീച്ചറും കുട്ടികളും ആണെന്നുള്ളതില്ലാതെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയ. ടീച്ചറുടെ പേര് സൽമ ടീച്ചർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീച്ചറുടെ പേര് പറയാം. ഹക്കീം സാർ. എന്താ സാറിന്റെ പ്രത്യേകത? ഈ പറഞ്ഞ പ്രത്യേകത ഉണ്ടായതാണ്. ആണ് അല്ലേ? സൽമ ടീച്ചർ മുമ്പിലുള്ള ആൾക്കൊന്ന് മൈക്ക് കൊടുക്കോ? ആർക്കെങ്കിലും ഒരാൾക്ക്. യെസ്. ടീച്ചറുടെ പേര് അനീസ മിസ്സേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകന്റെ പേര് പറയും ഇതുവരെ പഠിപ്പിച്ചതിൽ? വൈ? സാറ് നമ്മളൊരു കളി രൂപത്തിലാണ് ക്ലാസ് എടുക്കുക. നമ്മളൊരു ബോറിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് ചില സമയത്ത് ഉറക്കമൊക്കെ തൂങ്ങാറുണ്ട് ക്ലാസ്സിൽ. ഈ സാറിന് ക്ലാസ്സിൽ അത് തൂങ്ങൂല. ഭയങ്കര എന്റർടൈനിങ് സെഷനാണ്. പിറകിലേക്ക് ഒന്ന് മൈക്ക് കൊടുക്കോ? ആർക്കെങ്കിലും പിറകിലേക്ക് ആരെങ്കിലും മൈക്ക് വാങ്ങോ പെട്ടെന്ന്. അതാ ഒരാൾ യുദ്ധഭൂമിയിലതാ പുതിയൊരു പടനായിക. കൊടുത്തോളൂ. യെസ്, പറയൂ മാഡം. എൻ്റെ പേര് ഷഹാന. യെസ് ഷഹാന മാഡം, പറഞ്ഞോളൂ. കുട്ടികളെ കൂടുതൽ പലതരം ഗെയിമുകളിലൂടെയും കളിയിലൂടെയും പാട്ടിലൂടെയാണ് നമ്മൾ KG സെക്ഷൻ പഠിപ്പിക്കേണ്ടത്. യെസ്. ഷഹാന മിസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറുടെ പേര് പറയും? എനിക്ക് റിയാസ് സാർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഹിസ്റ്ററി എടുത്ത സാറായിരുന്നു ഇഷ്ടം. ആണല്ലേ? എന്തുകൊണ്ടാണ്? സാർ ഇതേപോലെ തന്നെ പലതരം കളിയിലൂടെയും പലതരം ഗെയിമിലൂടെയാണ് പഠിച്ചിരുന്നത്. അതേപോലെ ജോഗ്രഫി തീരെ എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു. സാറ് എപ്പോഴും ചിരിച്ചോണ്ടായിരുന്നത്. ഒരിക്കലും ഞങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാറേ ഇല്ല. താങ്ക് യു. സാർ, ഞാൻ ചെറുതായിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെ നമുക്ക് ഇപ്പം നമ്മളൊക്കെ ചിന്തിച്ച നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2 അധ്യാപകരുണ്ടാവും അല്ലേ? ശരിയല്ലേ? ചിലപ്പോൾ അത് കൂടുതലുണ്ടാവും. അപ്പം നമുക്ക് സിമ്പിളായിട്ട് ഞങ്ങൾ ചെയ്തൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ആ അധ്യാപകരെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മൾ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഉണ്ടല്ലോ, അത് നമ്മുടെ അധ്യാപനത്തിലും പകർത്തുക. വളരെ സിമ്പിൾ. അത് നമ്മുടെ അധ്യാപനത്തിലും പകർത്തുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ചില സ്കൂളുകളിൽ ചില ടീച്ചർമാരുടെ ക്ലാസ്സുകളെ പറ്റി കുട്ടികൾക്ക് ഭയങ്കര അഭിപ്രായമായിരിക്കും അല്ലേ? നമ്മളെ സ്കൂളിൽ ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ഉണ്ടാവും, അടിപൊളി ക്ലാസ്സാണ്, നമ്മൾ സ്റ്റാഫ് റൂമിൽ നിന്ന് കേൾക്കാമല്ലോ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നൈസായിട്ട് അവരെ ക്ലാസ് ഒന്ന് പോയിട്ട് ഒബ്സർവ് ചെയ്യുക. അവരെന്തൊക്കെയാണ് അവിടെ കാട്ടിക്കൂട്ടുന്നത് നോക്കുക, അത് ഇങ്ങോട്ട് പകർത്തുക. മനസ്സിലായോ? Then you will be one of the best teacher. This is a very small 2 tricks to become a attractive teacher. മനസ്സിലായോ? റെഡി അല്ലേ? ഓക്കെ സർ, ക്യാരി ഓൺ. നിങ്ങൾ തന്നെ പറഞ്ഞു, ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസ് ക്ലാസ് റൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളെ കുറേ കൂടിയും അട്രാക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ നിങ്ങളെ ക്ലാസ്സിലേക്ക് ആകർഷിപ്പിച്ചെടുക്കാമെന്നത്.
ഞാൻ നിങ്ങളിൽ നിന്നും ഒരു 4 പേരെ നിങ്ങളൊന്ന് വേദിയിലേക്ക് വരണം. ഇഷ്ടമുള്ള ഞാൻ ഈ ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് 4 പേരെ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. വേദിയിലേക്ക് വരാൻ താല്പര്യമുള്ള 4 പേര് അങ്ങോട്ട് വരിക. ഈ വളരുന്ന ചെടികൾക്ക് സൂര്യപ്രകാശം പോലെയാണ് അധ്യാപകർ എന്ന് പറയാം അല്ലേ? എപ്പോഴും പറയാറുണ്ട്, ഒരു ഫിലോസഫിക്കലായിട്ടൊക്കെ പറയും, ഈ ഉറക്കാൻ വേരുകളും പറക്കാൻ ചില്ലകളും കൊടുക്കുന്ന ആളുകളാണ് അധ്യാപകർ എന്ന് പറയാറുണ്ട്. ശരിയല്ലേ? ഉറക്കാൻ വേരുകളും പറക്കാൻ ചില്ലകളും കൊടുക്കുന്ന ആളുകളാണ് അധ്യാപകർ. അപ്പം അധ്യാപകർ എന്തൊക്കെ പഠിക്കണം? ഒന്നും കൂട്ടി എത്രയാ? 2 ആണോ? ഒന്നും കൂട്ടിയ 2 പഠിപ്പിക്കണം. പിന്നെ എന്തും കൂടി പഠിപ്പിക്കണം. അതെന്താ ഇമ്മിണി വലിയൊന്നെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മീനിങ്? വാട്ട് ഡസ് ഇറ്റ് മീൻ? സർ ഓക്കെ ആണോ? യെസ്. നിങ്ങൾ പറഞ്ഞതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റീസിലൂടെ ക്ലാസ് റൂമിനെ ലൈവ് ആക്കാം എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമുള്ളൊരു ഗെയിമായിരിക്കും ഇവിടെ കളിക്കാൻ പോകുന്നത്. നിങ്ങൾ പേപ്പർ ഗ്ലാസ് കൊണ്ട് പിരമിഡ് ഉണ്ടാക്കാറില്ലേ? നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊരു അവസരം തരികയാണ് കേട്ടോ. ഒന്ന് ഏറ്റവും വേഗത്തിൽ ആരാണോ പേപ്പർ പിരമിഡ് ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത് കേട്ടോ. അടില്ല, സ്റ്റാർട്ട് ചെയ്യാണ്ടില്ല, വെയിറ്റ്, എങ്ങനെ പിടിക്കും? ഇപ്പം നിങ്ങൾ കാര്യം കണ്ടോ? കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. മാത്രമല്ല സ്റ്റാർട്ട് പറഞ്ഞാലേ തുടങ്ങാവൂ എന്ന് പറയണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? കളി കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾ വരും, ടീച്ചറെ അല്ലെങ്കിൽ മാഷേ എന്ത് പറയും? അവൻ നേരത്തെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾ നേരത്തെ തുടങ്ങിയെന്ന് പറയും. അപ്പം അതിനുള്ളൊരു ഒരിക്കൽ പോലും അവസരം കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കുട്ടികളാണ്. കുട്ടികളുടെ മനസ്സ് ചെറിയ കാര്യത്തിന് വരെ വേദനിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ആണോ? ഇൻസ്ട്രക്ഷൻ ഞാൻ പറയാം, എന്നിട്ട് തുടങ്ങാൻ പാടുള്ളൂ കേട്ടോ. നിങ്ങൾ ടീച്ചേഴ്സായിട്ട് പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതുകൊണ്ട് പേപ്പർ പിരമിഡ് ഉണ്ടാക്കണം. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഒന്ന് കൈയടിച്ചെടുത്തോളൂ. ഇതൊക്കെ രസമല്ലേ? നമ്മൾ ഇത് കുട്ടികളാണ്, നിങ്ങളും കുട്ടികളാണെന്ന് കരുതാം. യെസ്. ആ ടീച്ചറാണോ ഈ ടീച്ചറാണോ ഫസ്റ്റ്? ആ ടീച്ചർ. ഓക്കെ. ടീച്ചറുടെ പേരെന്താ? സജിത. കുന്നംകുളം അല്ല? ഓക്കെ. മീഡിയം കുന്നംകുളം. കോഴിക്കോട് കുന്നംകുളാണോ അതോ തൃശ്ശൂർ കുന്നംകുളാണോ? പ്രോപ്പർ കുന്നംകുളമല്ല, പെരുമ്പിലാവ്. സ്ഥലം മാറ്റി. ഓക്കെ, ശരി. സെക്കൻഡ്? മാജിദ നസ്രീൻ, കോഴിക്കോട്. ശരി. റെഡി? സാറേ, ഇതൊരു ഫ്രാക്ഷൻ ഓഫ് നമ്മളെ PT ഉഷ ഒളിമ്പിക്സിലൂടെ പോലെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? രണ്ടാളും. ഓക്കെ, ശരി. ഞാൻ നിങ്ങളെ ഇത് നമ്മൾ ഓണപരിപാടിക്ക് പോലെ വെറുതെ ചെയ്യിപ്പിച്ചതല്ല കേട്ടാ. ഇനി നിങ്ങൾ പറഞ്ഞു തരണം, നമുക്ക് ഈ ഒരു ഗെയിമിനെ ക്ലാസ് റൂമുമായി എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? 1 മിനിറ്റ് ആലോചിച്ചോട്ടാ. നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ സദസ്സെന്ന് ആൾക്കാർ വന്ന് പറയും. ക്ലാസ് റൂമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ഈ ഗെയിമിനെ? നിങ്ങളും ആലോചിച്ച് നോക്കട്ടാ. സദസ്സിലേക്ക് കബീർ സാർ വരും. ക്ലാസ് റൂമിലേക്ക് ഗെയിമിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഒന്നിനെന്തെങ്കിലും പറ്റിയാൽ ഒന്നായിട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വെക്കും. ക്ലാസ് റൂം സോറി, ഇത് ചോദ്യം മനസ്സിലാക്കി ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ക്ലാസ് റൂമിലെ പഠനവുമായി ബന്ധപ്പെട്ട്, കുട്ടിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കായിട്ട് ഞാൻ കരുതുന്നത്. ഒന്നുകൂടി ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കണമായിരുന്നു. ഇപ്പോൾ സോറി, മനസ്സിലായതറിയില്ല, ഞാൻ പറയാം. ഇപ്പം എനിക്ക് മാത്സ് ആണ് തന്നതെന്ന് വെച്ചാൽ മക്കളെ കൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്യിക്കും. 15 ഉണ്ട് ഇതിൽ. അപ്പോൾ 15 - 3 3 എടുക്കും, ബാലൻസ് എത്രയെന്ന് പറയിപ്പിക്കും. അപ്പോൾ കൂടുതൽ സുഖം ഉണ്ടാവും ചെയ്യാൻ. അപ്പം മാത്സുമായി കണക്ട് ചെയ്യാമെന്നുള്ളത് വളരെ ലളിതമായി ആർക്കും ഉത്തരം പറയാവുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ഓർ മലയാളം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെങ്ങനെ കണക്ട് ചെയ്യാം എന്നാണ് അടുത്ത ചോദ്യം.
ഇംഗ്ലീഷ് ഓർ മലയാളം. നിങ്ങൾക്കും പറയാം, അതല്ലെങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ആർക്കും വേണമെങ്കിലും പറയാം. എല്ലാവർക്കും, ടീച്ചേഴ്സിൽ ആർക്കും വേണമെങ്കിലും പറയാം. ആരെങ്കിലും കൈ പൊക്കുന്നുണ്ടോ? ടീച്ചർ വരാം. ടീച്ചർ ഓടി വരൂ. മൈക്ക് വരണം. ശരി. മാത്സുമായി ബന്ധപ്പെടാതെ ഇംഗ്ലീഷ് ഓർ മലയാളം. ഫാത്തിമ സുഹ്റാബി, മഞ്ചേരി, മലപ്പുറം. നമുക്ക് അക്ഷരങ്ങളെ ഷേപ്പ് കുട്ടികൾക്ക് അതിലിങ്ങനെ ഇപ്പോൾ കാണുന്നില്ലേ, ഇതാണ് എൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് സൗണ്ട് പറയണേ മുന്നേ അക്ഷരത്തിൻ്റെ ഷേപ്പ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ശരി. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കൂടി ഉണ്ട്, ഒരു പോയിന്റ് കൂടി. അല്ല, പിന്നെ അങ്ങനെ ഭാഷ, അങ്ങനെ ഇംഗ്ലീഷ് മലയാളം അങ്ങനെയല്ല. കുട്ടികളെ നീറ്റ്നെസ്, നമുക്ക് കുട്ടികളെ ഒരു പ്ലേയിൽ നമ്മൾ എന്തൊക്കെ കുട്ടികളെ എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ എങ്ങനെ നീറ്റായിട്ട് നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ കുട്ടികൾക്ക് ചെയ്യാമെന്ന് മനസ്സിലാക്കി കൊടുക്കാം. യെസ്, ഓക്കെ. ഭാഷയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാൻ ഒരു ടീച്ചറും കൂടി റെഡി ആയിട്ടുണ്ട്. ടീച്ചർക്ക് പറയാം. ടീച്ചറുടെ കയ്യിൽ മൈക്കോട്ടെ. ഫസ്ല എൻ്റെ നെയിം. നമുക്ക് ഓരോ ക്ലാസ്സിനും ഓരോ ലെറ്റേഴ്സ് എഴുതാം. യെസ്, വെരി ഗുഡ്. നല്ല പോയിന്റ് അല്ലേ? നല്ലൊരു കൈ കൊടുത്ത്. കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുണ്ടല്ലേ. ഓരോ ക്ലാസ്സിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെറ്റർ എഴുതി കൊടുക്കാം. ഇപ്പോൾ 15 ക്ലാസ് ആണെങ്കിൽ ആദ്യത്തെ 15 ലെറ്റർ, അല്ലെങ്കിൽ ഇനി 26 ക്ലാസ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണെങ്കിൽ 26 ക്ലാസ് കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുമോ? ഉപകാരപ്പെടില്ലേ? ഉപകാരപ്പെടുമല്ലോ, പെടണ്ടേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. ഇത് തന്നെ എന്തു ചെയ്യാം, മലയാളത്തിലും ചെയ്യാം. കുട്ടികളാണ്, കുറച്ച് മതിയിട്ട, കൂടുതലൊന്നും വേണ്ട. വളരെ കുറഞ്ഞ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി ഒരു ദിവസം അങ്ങോട്ട് ഉരുട്ടി കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് റിസ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ടീച്ചർക്ക് നല്ലൊരു കൈ കൊടുക്കുക. ടീച്ചറെ പേരൊന്നും കൂടി. സ്ഥലം പറഞ്ഞില്ല. വളാഞ്ചേരിയാണ് ടീച്ചറും അതുപോലെ മുമ്പ് വന്ന ടീച്ചറും ഇവിടെ വന്ന് ഞങ്ങളോട് സഹകരിച്ച എല്ലാ ടീച്ചേഴ്സിനും നന്ദി പറയുകയാണ്. ഒട്ടും ബ്രേക്ക് ചെയ്യാതെ നേരെ പോയിട്ട് മറ്റേ വയർ മൈക്ക് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് തുടർന്നു. സോ ഇതൊരു ലേണിംഗ് ആണ്. റെഡി? എപ്പോഴും നമ്മൾ ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പ്രോജക്ടർ വർക്ക് ചെയ്യില്ല. പക്ഷെ അതിലൊന്നും എന്ത് ചെയ്യരുത്, തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. അടിച്ച് കയറി പോവുക, ഉള്ളത് വെച്ചിട്ട് അടിച്ച് കയറി പോവുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു റിഫായി. ഒരു 10 പേർക്ക് വരാട്ടോ, വേഗത്തിൽ വരണം. നേരത്തെ വരാത്തവരായിരിക്കണം വരേണ്ടത്. 10 പേർക്ക് സ്റ്റേജിലേക്ക് 10 പേർക്ക് കടന്നു വരാം. 10 ആകും തോന്നുന്നു. 1 2 3 4 ഒരു പട തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 പേര് നന്നായി പാട്ട് പാടിയല്ലേ? പാട്ട് പാടുക മാത്രമാണോ ചെയ്തത്? എന്താ ചെയ്തത്? ആക്ഷൻ ചെയ്തു. നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? നിങ്ങളും അതും തമ്മിൽ എന്താണ് കണക്ഷൻ? എന്തെങ്കിലും ബന്ധമുണ്ടോ? പാട്ട് പാടി ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലേന്നോ ചോദിച്ചു. ഉണ്ട്. പാട്ടിന്റെ കൂടെ പറഞ്ഞോളൂ. അക്ഷരങ്ങളാണെങ്കിൽ അക്ഷരം വെച്ച് നമുക്ക് 4 വരിയൊക്കെ പാടിക്കൊടുക്കാം. മക്കൾക്ക് പാടാൻ പറ്റിയെന്ന ചെറിയ വാക്കുകൾ വെച്ചിട്ട് പാടിക്കൊടുക്കാം. ഒരു പ്രീ പ്രൈമറി ടീച്ചർ എന്ന് പറയുമ്പോൾ വീണ്ടും മോഹൻലാൽ പറഞ്ഞ പോലെ എന്താണ്, മെഡിക്കൽ സയൻസ് സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും അല്ലേ? വേണ്ടി വരുമോ? ഓക്കെ, ഫൈൻ. ഈ 1+1 ഇമ്മിണി വലിയൊന്ന് കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു നിർത്തിയില്ലേ, അതെന്താണ് സംഭവം? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ്. അതൊക്കെ എന്താണത്, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എനി ടീച്ചേഴ്സ്, എനി ഒപ്പീനിയൻ? ആർക്കെങ്കിലും അറിയോ? ഇറ്റ്സ് എ വാല്യൂ ഓഫ് റിലേഷൻ. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു സംഭവം എന്താണ്? ഇറ്റ്സ് എ വാല്യൂ ഓഫ് റിലേഷൻ. അതാണ് പറഞ്ഞത്. 1+1 = 2 എന്നുള്ളത് ഇൻ്റലക്ച്വലായിട്ട് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കാവുന്ന കാര്യമാണ്. പക്ഷെ അതല്ലാത്ത ഒരു ടീച്ചർ അവർ ഓർത്തു വെക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾ എന്തുകൂടി പഠിപ്പിക്കണം? ഞാൻ നഴ്സറി പഠിച്ചിരുന്ന കാലത്ത് എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അവർ ഞാനെപ്പോഴും ഓർക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ നിങ്ങൾക്ക്? ഒരു കാരണം എന്താണെന്നറിയോ? ഒരുപാട് തലമുറകളെ പഠിപ്പിച്ച ടീച്ചറാണ്. അപ്പോൾ ആ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നഴ്സറിയിലെ അഡ്മിഷൻ പെട്ടെന്ന് ഫില്ലാവും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആരാണ് വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ക്ലാസ്സിൽ ആരൊക്കെയാണ് വരുന്നതെന്നുള്ളത്. ഇവരെ വീടൊക്കെ ടീച്ചർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ട് വിസിറ്റ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ടീച്ചർ ചെയ്യാറുണ്ടോ? എന്താ ചെയ്യാറെന്ന് പറയോ?
സാറ് റെഡിയായി പറയണേ പ്രൊഫസർ. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അഡ്മിഷൻ്റെ മുന്നേ നമുക്ക് കുട്ടികൾ ആരെ വരുന്നതെന്നൊക്കെ ലിസ്റ്റ് തരുമല്ലോ. അപ്പോൾ ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവർക്ക് പേഴ്സണലായിട്ട് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ടൈമിലായിരുന്നു പുതിയ കുട്ടികൾ വരുന്ന സമയം. അപ്പോൾ വീഡിയോ കോൾ ചെയ്തിരുന്നു. പിന്നെ മെസ്സേജ് അയക്കാറുണ്ട്. റസീന മിസ്, നിങ്ങൾ എന്താണ് ഇങ്ങനെ മരിച്ചു കൊടുത്തു പോയമാതിരി? ഒരു മനുഷ്യനൊരു പോയിന്റ് ഒരു കൈ അടിച്ചൂടെ? യെസ്, റസീന മിസ് ചെയ്യുന്നത് വെരി ഗുഡ്. ഒരു വെർച്വലായിട്ട് അവരുമായിട്ട് കണക്ട് ചെയ്യാറുണ്ട് അല്ലേ? പക്ഷേ നിങ്ങൾ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ ഒരു പ്രാവശ്യം ഒരു വീട്ടിലൊന്ന് പോയി നോക്കിയേ. അത് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികളെ കണ്ടിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഞാനാണ്, നിങ്ങൾ നമ്മുടെ ക്ലാസ്സിലേക്കാണ് വരുന്നത്. ആര്? യെസ്, നമ്മുടെ ക്ലാസ്സിൽ ഞാനാന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ദിവസത്തെ ടെറർ അറ്റാക്ക് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുപാട് കുറക്കാൻ പറ്റും. സോ മൈ ഡിയർ ടീച്ചേഴ്സ്, ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ടോക്കാണ്. നിങ്ങളെ കുട്ടികൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഈ ടീച്ചർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഡിവിഷനിലേക്ക് വരുന്ന കുട്ടികളുടെ ലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ 1, 2, 3 പേര് ചേർന്ന് അവരെ വീട് വിസിറ്റ് ചെയ്യുക, കുട്ടികളെ കാണുക, അവരൊന്ന് വെൽക്കം ചെയ്യുക. അതിൻ്റെ ഇമ്പാക്റ്റ് വേറെ തന്നെ ആയിരിക്കും, ഒരു സംശയം വേണ്ട. കൊടുക്കുന്നത് 10 ഇരട്ടിയാക്കി തിരിച്ചു തരുന്ന കുട്ടികളുണ്ടെങ്കിൽ അത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് മീൻസ് സ്റ്റുഡൻസ് ആണ്. അതുമാത്രമല്ല, ഒരു കുട്ടികളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സിനോടുള്ള റിസ്ക് ഒന്നും ഒരു ടീച്ചേഴ്സും ഒരു PGക്ക് എടുക്കുന്നില്ല. അപ്പോൾ സാധാരണ ചില സ്കൂളുകളിലുണ്ട് പ്രീ പ്രൈമറി ടീച്ചേഴ്സിനെ കാണുന്ന സമയത്ത് ഒരു നിലയും വിലയും കുറച്ച് കാണുന്നത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. നമ്മൾ ഉണ്ടാക്കി വിടുന്ന കുഴച്ച് വന്നിട്ടുള്ള കട്ട നമ്മളാക്കി വിടുന്ന ശില്പത്തുമ്മ പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർ. അപ്പോൾ അതാദ്യം അതിൻ്റെ ഏറ്റവും നല്ല രൂപവും സൗന്ദര്യവും സ്വഭാവവും കൊടുത്തിട്ട് വിടുന്നത് പ്രീ പ്രൈമറി ടീച്ചേഴ്സാണ്. ആ ഒരു ബോധ്യവും ആ ഒരു ആത്മാഭിമാനവും നമുക്ക് ഉണ്ടാകാൻ മതി. നമ്മൾ മറക്കാതിരുന്നാൽ മതി. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ. റെഡി? താങ്ക് യു. ഒരു 2 പേര് കൂടി വരാം. ഞാൻ അതിനിടയിൽ ഈ ഗെയിമിൻ്റെ റൂൾസ് പറഞ്ഞുതരാം. ഏതൊരു ഗെയിമും കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കൃത്യമായ നിയമവശങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളി അവസാനിച്ച ശേഷം പരാതിയുമായിട്ട് ആരും വരാൻ പാടില്ല. ഇത് കോൺസെൻട്രേഷൻ ഗെയിമാണ്. നിങ്ങൾ യൂട്യൂബിൽ ചിലപ്പോൾ കണ്ടിട്ടായിരിക്കാം. നമുക്ക് ഇവിടെ കളിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് എങ്ങനെ കൊണ്ടുപോകുക എന്നത് നിങ്ങളുടെ യുക്തി കൂടിയും നിങ്ങളുടെ ക്രിയാത്മകത കൂടി ചേരുമ്പോഴാണ് അത് ക്ലാസ് റൂം ആക്ടിവിറ്റിയായി മാറുക. ഇത് ചിലപ്പോൾ നിങ്ങൾ കണ്ടതായിരിക്കാം, പക്ഷേ എങ്ങനെ നിങ്ങൾ ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ഹെഡ് എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞാലോ കാൽമുട്ടിൽ. ഓക്കെ. ഷോൾഡർ എന്ന് പറഞ്ഞാലോ ശരി. അതിനിടയിൽ ഞാൻ എപ്പോഴെങ്കിലും ഈ സാധനം എന്താ പറയുക പേര്? ബോൾ എന്ന് പറയാൻ പറ്റുമോ? തൽക്കാലം നമുക്ക് കുന്ത്രാണ്ടം എന്ന് പറയാം അല്ലേ? ഓക്കെ, ശരി. ഈ കുന്ത്രാണ്ടം എന്ന പേര് പറയുമ്പോൾ അത് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കണം. ഓക്കെ. 2 കാര്യമാണ് ഇതിലൂടെ നടക്കുന്നത്. ഒന്ന് ഒരു കോൺസെൻട്രേഷൻ ടെസ്റ്റാണ്. രണ്ടാമത്തേത് ഇതിനകത്തൊരു ലേണിംഗ് ഉണ്ട്. പറഞ്ഞോളൂ. നമ്മളെ ബോഡി പാർട്സ് പഠിക്കും. ഈ ബോട്ടിലിന് പകരം നമുക്ക് ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ ഒക്കെ വെച്ചാൽ അത് അവിടുന്ന് പിക്ക് ചെയ്യണ രീതിക്കോ അല്ലെങ്കിൽ കുറേ നമ്പേഴ്സ് വെച്ചിട്ട് അതിലെ ഏതെങ്കിലും ഒരു നമ്പർ മാത്രം പറയുമ്പോൾ ആ നമ്പർ മാത്രം പിക്ക് ചെയ്യണ രീതിക്കൊക്കെ ഈ ഗെയിമിനെ മാറ്റാം. ഓക്കെ അല്ലേ? അപ്പം ഞാൻ സ്റ്റാർട്ട് പറയട്ടാ. ഞാനിത് ഇങ്ങനെ ഈ സ്റ്റേജിൽ കൊണ്ടുപോയി കളിപ്പിക്കാനുള്ള കാരണം, കളിപ്പിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പലയിടത്തും ഇത് കളികൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ടു ബി പ്രാക്ടിക്കൽ. അത് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിലൊക്കെ ഓർമ്മയിൽ നിലനിൽക്കുള്ളൂ. കേട്ടോ? റെഡി? ഞാൻ പറയട്ടെ, കാര്യം മനസ്സിലായോ? റൂൾസ് ഒന്നുകൂടി പറയാണ്. ഹെഡ് എന്ന് പറയുന്ന സമയത്ത് 2 കൈ കൊണ്ട് തല ടച്ച് ചെയ്യണം. നീ എന്ന് പറയുമ്പം കാൽമുട്ടിൽ, ഷോൾഡർ എന്ന് പറയുമ്പം ഷോൾഡറിൽ. അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഞാൻ എന്ത് പറയും? കുന്ത്രാണ്ടം പറയും. ആ സമയത്ത് നിങ്ങളത് കൈക്കലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മത്സരം നിങ്ങൾ തമ്മിലാണ് കേട്ടോ. ആർ യു റെഡി? നല്ലൊരു കൈ എടുക്കാം. ഹെഡ് തലയിൽ കൈവെക്കണം. നീ ഷോൾഡർ ഹെഡ് നീ ഷോൾഡർ ഹെഡ് ഷോൾഡർ നീ ഹെഡ്. കുന്ത്രാണ്ടം കിട്ടിയോ? കളി കഴിഞ്ഞിട്ടില്ല. ഒരു 3 പ്രാവശ്യം കളിക്കണം, എന്നാലും ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ശരി,
എന്നിട്ട് ഇതിൻ്റെ ലേണിങ്സും കൂടി പറഞ്ഞിട്ട് വേണം നിങ്ങൾ ഇവിടുന്ന് പോകാൻ കേട്ടാ. റെഡി? ശരി. ഹെഡ്, ഷോൾഡർ, നീ, ഹെഡ്, ഷോൾഡർ, കുന്തോണം. യെസ്. ഒന്നുകൂടി ലാസ്റ്റ്. ഒരു 3 കളിയെങ്കിലും കളിച്ചാൽ എത്ര എണ്ണം ജയിച്ചു നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാ. റെഡി? ഹെഡ്, ഷോൾഡർ, നീ, ഷോൾഡർ, കുന്തോണം. യെസ്. 3-ൽ 3 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? അവർ മാത്രം ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവർ പോവുക. എൻ്റെ കുന്ത്രാണ്ട് ഇവിടെ തിരിച്ചേൽപ്പിക്കണം കേട്ടോ. യെസ്. 3-ൽ 3 പോയിന്റും കിട്ടിയവർ മാത്രം ഇവിടെ നിൽക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ പോകാം. ബാക്കി എല്ലാവർക്കും വന്നല്ലേ. പേര് ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ പേരൊക്കെ എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു, സമയമില്ല. താങ്ക് യു. ഒന്നാമത്തെ കാര്യം, കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ സ്കില്ല് കൂടും ഇങ്ങനെ. പിന്നെ ബോഡി പാർട്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ബോഡി പാർട്സുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണല്ലോ ഈ ഗെയിം. അപ്പോൾ പെട്ടെന്ന് ബോഡി പാർട്സുകളൊക്കെ ക്യാച്ച് ചെയ്യാം, കോൺസെൻട്രേഷനിലൂടെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് കിട്ടും. നേരിട്ട് കാണാതെ പഠിപ്പിക്കുന്നതാണോ അതല്ല ഇങ്ങനെ പഠിപ്പിക്കുന്നതാണോ നല്ലത്? പലപ്പോഴും ഒരു പുസ്തകം ഫോളോ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇതുപോലെയുള്ള ഗെയിംസിലൂടെ, കുട്ടികളാണല്ലോ നമ്മൾ പ്രീ പ്രൈമറി സെക്ഷനാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗെയിംസിലൂടെ കുട്ടികൾ കളികൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതുപോലുള്ള ഗെയിംസിലൂടെ അവരെ പഠിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതായിരിക്കും. അവരെ കോൺസെൻട്രേഷൻ സ്കില്ലും അറ്റൻഷനൊക്കെ വളരെ കുറവായിരിക്കും കുട്ടികളെ സംബന്ധിച്ച്. ഒരു 5 മിനിറ്റിൽ കൂടുതൽ അറ്റൻഷൻ അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ലെവൽ കൂടുന്നതിനനുസരിച്ച് അവർക്ക് പഠിക്കാനും പറ്റും. പറഞ്ഞു തന്നെ, ഇനി കൂടുതൽ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇങ്ങനെ ഒരു ബോളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവിടെ നമ്മുടെ കയ്യിലില്ല എന്ന് കരുതുക, എന്ത് ചെയ്യും? ഒരു പെന്ന് വെച്ചു കൊടുത്താലും മതിയല്ലോ. അല്ലെ ലെറ്റേഴ്സ്, നമ്പേഴ്സ്. നിങ്ങൾ തന്നെ പറയുന്നു എന്താണ്, ഇത് തന്നെ കണ്ടെത്തണമെന്നൊന്നുമില്ല, ബോൾ തന്നെ വേണമെന്നുണ്ടോ? പെന്നാവാം, ബുക്കാവാം, നമ്പേഴ്സ് ആവാം, കളേഴ്സ് ആവാം. ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചെന്നതാണ്, നമ്മളറിയാതെ കുട്ടികളറിയാതെ കുട്ടികൾ എന്ത് ചെയ്യണം, പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ ആണോ? ഓക്കെ. അപ്പം വിജയിച്ച നിങ്ങൾക്ക് എല്ലാവരുടെയും പേര് ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി കൂടി പറയാം. ഞങ്ങൾ എല്ലാവരെയും കൂടി ഇൻവോൾവ് ആയിക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ നേരത്തെ ക്ലാപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കൈയടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. 2 ക്ലാപ്പാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. ഞാൻ കുറച്ചുകൂടി ക്ലാപ്പുകൾ എന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്തു തരാം. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുട്ടികൾക്കും വേണ്ടിയിട്ടും ഏത് സമയത്തും പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലാണ്. അത് കുറച്ച് പേരൊക്കെ പോകുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. പരമാവധി ഇവിടെ ഇരിക്കുക, ഇനിയും ആക്ടിവിറ്റീസ് നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, റെഡിയാണോ? ഒന്ന് കൈയടിക്കാമല്ലേ? പ്ലീസ് സ്റ്റാൻഡ് അപ്പ്, പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ബുദ്ധിമുട്ടായോ? ഇല്ല. ശരി. നേരത്തെ കൊല്ലം ക്ലാപ്പ് ഓർമ്മയുണ്ടോ? ഒന്നടിച്ചേ. ഗുഡ്. ഇനി ഞാനൊരു ക്ലാപ്പ് പഠിച്ച സ്ത്രീകളാണ് കൂടുതൽ. ചപ്പാത്തി ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ? ചപ്പാത്തി ഒരുപാട് പരത്തി കൈ മരവിച്ച ആൾക്കാരാണല്ലോ. ഒരു ചപ്പാത്തി ക്ലാപ്പ് കാണിച്ചേ. നിങ്ങൾ തന്നെ കാണിക്കുക, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ആ യെസ്. അല്ല, ചിലർ ഇങ്ങനെയാണ് ചപ്പാത്തി പരത്തുക. ഒന്ന് കൈയടിക്കേ. 1 2. യെസ്. ഓക്കെ ആണോ? ഒരു ക്ലാപ്പും കൂടി വരിക. ഞാൻ പറയാം, നിങ്ങൾ ചെയ്താൽ മതി കേട്ടാ. നിങ്ങളും ടീച്ചേഴ്സ് ആണല്ലോ, അപ്പൊ നിങ്ങൾക്ക് നന്നായി, എന്നെക്കാൾ നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. റോക്കറ്റ് ക്ലാപ്പ്. താഴത്തുനിന്ന് മേലോട്ട് പോണം. 1 2 3 പോട്ടെ. 1. ഇത് പാകിസ്ഥാൻ റോക്കറ്റ് വിട്ട പോലെ ഇരിക്കുന്നത്. ഒന്നും കൂടി. 1 2 3. അതുകൊണ്ട് പൊങ്ങി പോട്ടെ. 1 2 3. യെസ്, വെരി ഗുഡ്. ഒരു ക്ലാപ്പും കൂടി പറയാം. ചിലപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമുകളിലൊക്കെ നേരത്തെ ചില അധ്യാപകർ ട്രെയിൻ ചെയ്ത് തരും. നമ്മൾ റെയിൻ ക്ലാപ്പ് ഉണ്ടല്ലോ, അറിയില്ലേ? അറിയാത്തവരുണ്ടോ? അറിയാത്തവർ എങ്ങനെ ചെയ്യാം? 1 2 2 3 എങ്ങനെ വെച്ചാൽ? ഓക്കെ, നിങ്ങൾ കാണിക്കും. 1 2 3 വേഗം കാണിക്കും. 1 2 3 4 5. ആ റോക്കറ്റ് ക്ലാപ്പ് ആദ്യം ഒരു വിരൽ കൊണ്ട്, 2 വിരൽ, 3 4
4, 5. Okay. Ready. Sir. 1, 2. കൈയടിച്ചോളൂ. 3, 4, 5, 6, 7. 6 ഉണ്ടോ? ഇല്ല. ശരി. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ. എല്ലാവരും എഴുന്നേറ്റല്ലോ, സമാധാനമായി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോസ്കിറ്റോ ക്ലാപ്പ്. എന്താ മോസ്കിറ്റോ? കൊതുകാണല്ലോ അല്ലേ? ചാടി അടിക്കണം കേട്ടാ, ചാടി അടിക്കണം. 1, 2, 3. ഓക്കെ, റെഡി? ഇതാ കുട്ടികളൊക്കെ ഇതാ നന്നായി കാണിച്ചു തരുന്നുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ. 1, 2, 3. 1, 2, 3. ഞാനിതിനൊരു ഓർഡർ ഇട്ട്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, വേറെ ഒന്നുമല്ല. നമുക്ക് ക്ലാപ്പ് അടിക്കാനൊക്കെ അറിയാം, മോസ്കിറ്റോ ക്ലാപ്പൊക്കെ അറിയാം. ഞാൻ ആദ്യം വലതുവശത്തേക്കാണ് പറഞ്ഞത്, പിന്നെന്താ പറഞ്ഞത്? ഇടതുവശത്തേക്കാണ് പറഞ്ഞത്, പിന്നെ പറഞ്ഞു താഴോട്ട് പറഞ്ഞു, പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുകളിലോട്ടും പറയാം. ഇങ്ങനെ നമ്മൾ എന്ത് ആക്ടിവിറ്റി കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു ഓർഡർ ഇടണം, അല്ലേ? മോസ്കിറ്റോ ക്ലാപ്പ് ശരിക്കും കൊതുക് വരുമ്പോൾ എങ്ങനെയൊന്നും ആവില്ല, നമ്മൾക്ക് തോന്നിയ പോലെ ഓടിക്കുക. പക്ഷേ ശരിക്കും വരുന്നത് പോലെ ഒന്നും ചെയ്യണ്ട. നമുക്ക് അവർക്ക് കുട്ടികൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല അത് ചോദിക്കട്ടെ. ഇഷ്ടപ്പെട്ടോ? യെസ് ഓർ നോ? ഉറക്കെ പറയും. യെസ്. അപ്പോൾ ഒരു മോസ്കിറ്റോ ക്ലാപ്പോട് കൂടി നമുക്ക് അവസാനിക്കാം. 1, 2, 3, 4. ഈ 4 വരുമ്പോൾ ചാടി അടിക്കണേ കേട്ടാ. 1, 2, 3, 4. 1, 2, 3, 4. ശരി. ലാസ്റ്റ്. താങ്ക് യു.